നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അദ്ദേഹത്തിന്റെ മുത്തശ്ശിയെ പോലും ഭയപ്പെട്ടിരുന്നില്ല, അന്നൊക്കെ ഞങ്ങൾ കുട്ടികളായിരുന്നു എന്ന് പറഞ്ഞ അമിത്ഷാ ഇപ്പോൾ അടിമുടി പേടിച്ചരണ്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലാണ്. ഡൽഹി പോലീസിന്റെ നരനായാട്ടിനെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പരാമർശവും അതിനുശേഷമുള്ള വലിയ നീക്കങ്ങളും അമിത്ഷായെ പൊറുതി മുട്ടിച്ചിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാനെ പോലെ തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനവും രാജിവെച്ച് BJP-യുടെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്ത് ശിഷ്ടകാലം കഴിയേണ്ട അവസ്ഥയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്ക് മുന്നിലുള്ളത്. അതെ, കൃത്യമായി പറഞ്ഞു വരുന്നത് ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് മുതലുള്ള അമിത്ഷായുടെ നീക്കങ്ങളെ ഓരോന്നായി കൃത്യമായി മോണിറ്റർ ചെയ്ത് തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഡൽഹി കലാപം ഉണ്ടായ സാഹചര്യത്തിലും വൈരാഗ്യ ബുദ്ധിയോടെ അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചത് അമിത്ഷായുടെ തന്ത്രങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതെല്ലാം കൃത്യമായി ഇപ്പോൾ BJP നേതാക്കൾ ഊറ്റം കൊണ്ട് പറയുന്നത് നിങ്ങൾ നോക്കിക്കോളൂ, ഈ ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെയും സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട പണി അവർക്ക് കൃത്യമായി കൊടുത്തിരിക്കും എന്നൊക്കെയാണ് BJP-യുടെ നേതാക്കൾ, ചോട്ടാ നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതായത് നിങ്ങളെ ആരെയും സമാധാനപരമായി ഉറങ്ങാൻ സമ്മതിക്കില്ല, ഓർക്കാപ്പുറത്തായിരിക്കും തിരിച്ചടി കിട്ടുക, അത് വളരെ ഭയാനകമായിരിക്കും, പിന്നെ നിങ്ങളുടെ കാര്യം അധോഗതിയായിരിക്കും. ഇതൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നത്. അതായത് അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം വൈരാഗ്യ ബുദ്ധിയോടെ മാത്രമേ ആ മനുഷ്യൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. നരേന്ദ്രമോദിയോടൊപ്പം ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിരുന്ന കാലത്ത് മുതൽ നരേന്ദ്രമോദിക്ക് വേണ്ടിയും BJP-ക്ക് വേണ്ടിയും അമിത്ഷാ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, ഓരോ എൻകൗണ്ടറുകളെ കുറിച്ചുള്ള അന്വേഷണം വരുമ്പോഴും അതെല്ലാം വ്യാജമാണ്. വ്യാജ ഏറ്റുമുട്ടലുകളുടെ ഒരു പരമ്പര തന്നെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഭരണത്തിലിരുന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസ്സുകാരല്ല, കൃത്യമായും സുബ്രഹ്മണ്യ സ്വാമി അടക്കമുള്ളവർ പറയുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി BJP-യുടെ വലിയൊരു നേതാവായിരുന്നല്ലോ. അദ്ദേഹം BJP-യിലെ പല വനിതാ മന്ത്രിമാരും എങ്ങനെയാണ് കേന്ദ്രമന്ത്രിമാർ ആയത്, അവർക്ക് സ്ഥാനക്കയറ്റം കിട്ടിയത് എന്നുള്ളത് കൃത്യമായി ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അമിത്ഷായ്ക്ക് എങ്ങനെയാണ് ഇത്രയധികം അധികാരം ചുരുങ്ങിയ നാൾ കൊണ്ട് ഉണ്ടായത്? അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനം സംഘപരിവാറിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് പ്രധാന അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയത്, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രധാന സേവകരായത് എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായി സുബ്രഹ്മണ്യ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്.